എല്ലാവരും സർവേ ശൂദ്രാഹ ജായന്തേ സംസ്കാരാത് ദ്വിജ ഉച്യതേ. സംസ്കാരം കൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നു. പിന്നെന്താണ്? വേദം പഠിച്ചാലും ബ്രാഹ്മണനാകുന്നില്ല. വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ, അപ്പോഴും വിപ്രൻ എന്നേ പറയുന്നുള്ളൂ. ബ്രഹ്മജാനാതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനമുണ്ടായവൻ. അഥവാ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ വിധത്തിൽ പറയുകയാണെങ്കിൽ തിയോളജി ശരിയായി മനസ്സിലാക്കിയാണ്. അപ്പോഴാണ് എന്താവുന്നത്? ബ്രാഹ്മണനായിട്ട് തീരുന്നത് എന്നർത്ഥം. ഇവിടെ കൃത്യമായിട്ട് വേദത്തിലെ ഈ മന്ത്രത്തിന് അതിൻ്റെ ഭാഷ്യം എഴുതിയ സായണൻ, വേദത്തിന്റെ ഭാഷ്യം, ഏറ്റവും നല്ല ഭാഷ്യം എഴുതിയിരിക്കുന്നത് സായണനാണ്. സായണൻ ആ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത്ര മുഖബാഹൂർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ. അത്ര മുഖബാഹൂർ ഊർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ. അവിടെ മുഖമെന്നും ബാഹുവെന്നും ഊരുവെന്നും പാദമെന്നും എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തിഭേദമാത്ര പരാമർശകാഹ. വൃത്തി, പ്രവൃത്തിയിലുള്ള വ്യത്യാസത്തെ മാത്രം പരാമർശിക്കുന്നതാണ്. അല്ലാതെ എന്തല്ല, നത്ത് ജാതി വാചി, ജാതിയെ പറയുന്നതല്ല, വൃത്തി പ്രവൃത്തി അനുസരിച്ചാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആര് പറയുന്നത്? നമ്മുടെ മനുസ്മൃതിയാണ് അദ്ദേഹം വളരെ ചീത്തയായിട്ട് പരാമർശിച്ചത്. മനു പറയുന്നു എന്താണ്? ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം. ക്ഷത്രിയാജാതമേവം തു വിദ്യാത് വൈശ്യാത് തഥൈവച. മനുസ്മൃതിയിലെ 10ാം അധ്യായത്തിലെ 65ാമത്തെ ശ്ലോകമാണ്. ആർക്ക് വേണമെങ്കിൽ നോക്കാം, ഇവിടെ ഇരിപ്പുണ്ട് ഗ്രന്ഥം. ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണതയെ പ്രാപിക്കുന്നു. ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ബ്രാഹ്മണൻ ശൂദ്രതയെയും പ്രാപിക്കുന്നു. രാജന്യസ്യ തഥാപത്യം, അപ്രകാരം തന്നെയാണ് രാജാവിന്റെ മകനും. രാജാവിന്റെ മകൻ ആരായിത്തീരും? രാജാവിന്റെ മകൻ ബ്രാഹ്മണനാകും. നമ്മുടെ വിശ്വാമിത്രനെ പോലെയൊക്കെ ബ്രാഹ്മണൻ നേടി. അല്ലെങ്കിൽ ശൂദ്രനും ചണ്ഡാലനും ആയിത്തീരും. ത്രയ്യാരുണന്റെ മകൻ, സയ്യാറിന്റെ മകൻ സത്യവ്രതൻ. ആ സത്യവ്രതനാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചണ്ഡാലൻ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് ആരാണ്? ത്രിശങ്കു സ്വർഗം. ത്രിശങ്കുവിന്റെ പേരെന്താണ്? സത്യവ്രതൻ എന്ന ക്ഷത്രിയനാണ് ത്രിശങ്കു. അല്ലാതെ ത്രിശങ്കു ഒരു വെറും ചണ്ഡാലനല്ല, കർമ്മചണ്ഡാലനാണ്. എന്താണ് ത്രിശങ്കു? ത്രയ്യാരുണൻ എന്ന് പറയുന്ന ധർമ്മനിഷ്ഠനായ രാജാവിന്റെ മകനാണ് സത്യവ്രതൻ. അയാൾ എന്താണ് ചെയ്തത്? ഒരു വിവാഹ പന്തലിൽ, ഒരു വിവാഹം നടക്കുന്നിടത്ത് പന്തലിൽ ചെന്നിട്ട് വധുവിനെ തട്ടിക്കൊണ്ടുപോയി. വസിഷ്ഠ മഹർഷിയുടെ ഹോമധേനുവിനെ കൊന്നു തിന്നു. അതിന്റെ മാംസം വിശ്വാമിത്രന്റെ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും തീറ്റിച്ചു അറിയിക്കാതെ. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് നീ ചണ്ഡാലനായി പോകാൻ പറഞ്ഞത്. അല്ലാതെ അത് ആരല്ല, അത് കാട്ടിൽ ജനിച്ച ഒരാളല്ല, ഒരു വനേചരനല്ല, വേടനല്ല, ഒരു ക്ഷത്രിയനാണ് എന്തായി മാറിയത്? ഈ പറയുന്നത് പോലെയുള്ള ഈ വൃത്തി അവലംബിച്ച് ചണ്ഡാലനായി മാറിയത്. അപ്പൊ പ്രവൃത്തികൾക്കനുസരിച്ച് ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണനായി തീരും. അതെവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഛാന്തോഗ്യോപനിഷത്ത് എടുത്തു നോക്കുക. അതിന്റെ 4ാം അധ്യായം ഛാന്തോഗ്യോപനിഷത്ത് ഇവിടെയും വാങ്ങാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ 4ാമത്തെ അധ്യായം എടുത്തു നോക്കുക. അതിൽ പറയുന്നുണ്ട് സത്യകാമൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പരിചാരികയുടെ മകനാണ്. പരിചാരികയുടെ മകനാകുമ്പോൾ ആരാണത്? അത് ശൂദ്രനാണ്. അവൻ ഒരേ ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? വേദം പഠിക്കണം എന്നാണ് ആഗ്രഹം. ശൂദ്ര ബാലകന് വേദം പഠിക്കണമെന്ന ആഗ്രഹം. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പേര് ജപാല. ജപാലയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേദം പഠിക്കണം, നീ പോയി പഠിച്ചോളാനാ പറഞ്ഞത്. അയ്യോ മോനെ, നീ പഠിക്കാമോ? നിന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിവിടെ പരാമർശിക്കുകയുണ്ടായി. കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വേദം പൊതുവെ എല്ലാവരും പഠിക്കേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു ഈ നിയമം, ഞങ്ങൾക്കുണ്ടായിരുന്നു. ബൈബിൾ ക്രിസ്ത്യാനി വായിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വായിച്ചാൽ പല കാര്യങ്ങളും അവർ തെറ്റിദ്ധരിക്കും.
അതുകൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളികളിൽ ബൈബിൾ വായിച്ച് അതിനെ വിശദീകരിച്ചു കൊടുക്കും. അത് കേൾക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച കുർബാന കടമുള്ളതായി തീർന്നത്. അല്ലാതെ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു പ്രത്യേകതയില്ല. വേദവിധി ഈ അധ്യാപനം ഔദ്യോഗികമായ ഈ ബൈബിളിന്റെ അധ്യാപനം നടക്കുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത് ഒരാളുടെ ചുമതലയാക്കി വെച്ചു. അതാണ് ഈ ഞായറാഴ്ച കുർബാനയുടെ കടമ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് യാതൊരു പ്രത്യേകതയും വേറെയില്ല. കാരണം എന്താ വെച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പൊ നിന്റെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. ആളുകൾ നമ്മൾ കോപിക്കാറുണ്ട്, പക്ഷെ കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കരുത്, കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും? ശരി, അമ്മായിമ്മയോട് നാലെണ്ണം പറയുന്നത് നേരെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പറയാം, പിന്നെ സന്ധ്യാവുമ്പോഴേക്കും മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള സൂര്യനാണ്, നമ്മളിലുള്ള ചൈതന്യമാണ് സൂര്യൻ. ആ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. ആരുടെയൊക്കെ ചൈതന്യം എപ്പോൾ അസ്തമിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ MLA മരിച്ചു പോയില്ലേ? എത്ര പെട്ടെന്ന് ഒരു പ്രസംഗം കഴിഞ്ഞ സമയത്താണ്. നമുക്ക് പറയാൻ പറ്റില്ല ആരുടെയൊക്കെ സൂര്യൻ എപ്പോൾ അസ്തമിക്കുന്നു. അപ്പൊ സൂര്യൻ അസ്തമിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും കോപം കൊണ്ട് നടക്കരുത്. ആരുടെയെങ്കിലും ദേഷ്യപ്പെട്ടാൽ അനുരഞ്ജനപ്പെട്ടുകൊള്ളണം. എന്താണ് അതിന്റെ അർത്ഥം? ഇതുപോലെ പലയിടത്തും പല സന്ദേഹങ്ങൾ ഉണ്ടാക്കാവുന്ന പല ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വായിക്കരുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നത്. ഇന്ന് ആ വ്യവസ്ഥയില്ല. കാരണം എന്താണ്? ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് ആളുകൾ. ഇതുപോലെ തന്നെയാണ് വേദം പല ഭാഗവും നോക്കിയാൽ പല സന്ദേഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ആര് മതി? അറിവുള്ള ആളുകൾ. അപ്പൊ ഈ കുട്ടി ചെന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്താണ് പറഞ്ഞത്? നീ പോയി വേദം പഠിച്ചോളാനാ പറഞ്ഞത്. ശൂദ്രന്റെ അമ്മ. അയാൾ ചെന്ന് ഒരു വലിയ വേദപണ്ഡിതനെ കണ്ടുപിടിച്ചു. ഹരിദ്രമത ഗൗതമൻ എന്ന പണ്ഡിതനെ കണ്ടുപിടിച്ചു. അദ്ദേഹം വേദം പഠിപ്പിക്കുന്ന ആളാണ്. കുട്ടി പഠിക്കാനായിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ, ഗുരുവിനെ അഭിവാദനം ചെയ്യുമ്പോൾ അച്ഛന്റെ പേര് പറയണം. എന്റെ അച്ഛന്റെ പേരെന്താ അമ്മയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ ഒരു പരിചാരികയായിരുന്നു. പലരെയും പരിചരിച്ച് നടന്ന കാലത്താണ് നീ ഉണ്ടായത്. നിന്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ജാബാലനാണെന്ന് പറയുക. ജബാലയുടെ മകൻ ജാബാലൻ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഗുരു വിചാരിച്ചോളും എന്താണ് ജബാലൻ അച്ഛന്റെ പേരാണെന്ന് വിചാരിച്ചോളും എന്താണ്. പക്ഷെ കുട്ടി അവിടെ ചെന്നിട്ട് ഗുരു ചോദിച്ചു, എന്താ മോനെ, നീ എന്താ വന്നത്? പറഞ്ഞു, വേദം പഠിക്കാൻ വന്നതാ. നിന്റെ അച്ഛന്റെ പേരെന്താന്ന് അപ്പ ചോദിച്ചു. കാരണം കുട്ടി ഇത് പറഞ്ഞിരുന്നില്ല. കുട്ടി കൃത്യമായി പറഞ്ഞത്, അമ്മ പറഞ്ഞു കൊടുത്ത സൂത്രമല്ല കുട്ടി പറഞ്ഞത്. എന്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു എന്ന് പറഞ്ഞ ഒരു ശൂദ്ര സ്ത്രീയായിരുന്നു. എന്റെ അച്ഛന്റെ പേര് എന്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം പരിചാരകന്മാരെ വിളിച്ചു, അല്ലെ? ഹരമേ സമിതഃ ഉപ നൈതദ ബ്രാഹ്മണോ വക്ഷ്യതി. ബ്രാഹ്മണനല്ലാത്ത ഒരുവൻ ഇത് പറയാൻ കഴിയില്ല. സമിത്ത് കൊണ്ടുവരിക, ഞാൻ ഇവനെ ഉപനയിക്കട്ടെ. അപ്പോൾ തന്നെ ഉപനയിച്ചു ആ കുട്ടിയെ. ടൗൺ ഹാള് കിട്ടാൻ കാത്തുവന്നില്ല. ഇപ്പൊ ഉപനയനത്തിന് ടൗൺ ഹാളൊക്കെ കിട്ടിയിട്ട് ദിവസം നോക്കിയിട്ടാണ്. ആ കുട്ടിയെ അപ്പോൾ തന്നെ ഉപനയിച്ചു. കാരണം എന്താണ്? സത്യം പറയുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. സത്യം പറയണം, ആ ഒരൊറ്റ ക്വാളിറ്റി. കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്ന ആളാണ് ബ്രാഹ്മണൻ. അദ്ദേഹം നമ്മുടെ ഇപ്പൊ പാസ്റ്ററെ പോലെ നുണ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? നുണ പറയാൻ പാടില്ല, സത്യം പറയുക. എന്ത് തന്നെ വന്നാലും സത്യമേ പറയൂ എന്നുള്ള ഗുണമുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വിധത്തിൽ ശൂദ്രോ ബ്രാഹ്മണതാമേതി ഈ ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ എന്താണ്? ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്നല്ല വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണം എന്ന് പറയുന്നത് വരിക്കുന്നതാണ്. വരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു തൊഴിലിനു വേണ്ടി സ്വീകരിക്കുന്നതാണ് ധർമ്മം, വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു വാഹനം വാങ്ങി, നമ്മളൊരു ബസ് വാങ്ങി, ഇതുപോലെയുള്ള ഒരു ബസ് നമ്മൾ വാങ്ങി. അപ്പൊ അതിലെ ഡ്രൈവർ വേണം, കണ്ടക്ടർ വേണം, ക്ലീനർ വേണം, ഒക്കെ വേണം. ഒരാളോട് ചോദിച്ചു, നിനക്ക് ഡ്രൈവിംഗ് എടുക്കാമോ? ഇല്ല, അതെനിക്ക് പറ്റില്ല, ഞാൻ കണ്ടക്ടർ ആയിക്കോളാം. വേറൊരാൾ പറയും, ഞാൻ എന്തായിക്കോളാം, ഞാനത് വൃത്തിയാക്കി, വണ്ടിയൊക്കെ വൃത്തിയാക്കി തരാം, ക്ലീനർ ആക്കിക്കോളാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നമ്മുടെ കോളേജുകളിലൊക്കെ, ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടുത്തെ കുട്ടികൾ പാല സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഞാൻ. അപ്പൊ അവിടുത്തെ കുട്ടികളോട് ചോദിക്കും, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ, എടോ നമുക്ക് കുറച്ച് കമ്മിറ്റികളൊക്കെ വേണം, എന്ത് കമ്മിറ്റിയാ തനിക്ക് പറ്റുക? ഒരാൾ പറയും, നല്ല മെഡിക്കലായിട്ടുള്ള ഒരാൾ പറയും, ഞാൻ സൊവനിയർ കമ്മിറ്റി എടുത്തോളാം. സൊവനിയർ കമ്മിറ്റി
എന്താണ് അവിടെ പല അതിഥികൾ വരും, അതിഥികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭാഷയിൽ എഴുതി വെക്കുക. അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികൾ ഒരു കമ്മിറ്റി എടുക്കും. വേറെ ആളുകൾ ഞാൻ വളണ്ടിയർമാരായിക്കോളാം, വളണ്ടിയർ. അപ്പോൾ ആളുകളെയൊക്കെ നിയന്ത്രിക്കുക, നയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വേറെ ആളെന്താ പറയാ, ഞാൻ പന്തല് കമ്മിറ്റി എടുത്തോളാം, പന്തല്, അതായത് ബെഞ്ചും ഡെസ്കും പിടിച്ചിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇല്ലേ? പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാം. വേറെ ആൾ പറയും ഞാൻ ഫൈനാൻസ് കമ്മിറ്റി ആയിക്കോളാം, പരസ്യം പിടിക്കുന്നു, പിന്നെ എന്താണ് കാശ് പിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നോക്കൂ, ഓരോരുത്തരുടെയും ആദ്യം പറഞ്ഞാണ് ബ്രാഹ്മണന്റെ ഗുണമാണ് കാണിക്കുന്നത്. നന്നായിട്ട് വിശദമായിട്ട് എഴുതുക, അല്ലേ? ഇന്റർവ്യൂ ചെയ്യുക, ആശയങ്ങളിലേക്ക് എത്തിക്കുക. ബ്രാഹ്മണന്റെ സ്വഭാവമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ എന്താണ് വളണ്ടിയർ ആയിട്ട് ജനങ്ങളെ നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടന്നോളാം, ക്ഷത്രിയന്റെ ഗുണമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ ആരാണ്? ഫൈനാൻസ് കമ്മിറ്റി ആകുന്ന ഒരാൾ. അയാൾ എന്ത് ചെയ്യും? പണം, സാമ്പത്തികമായ കാര്യങ്ങൾ, വൈശ്യന്റെ സ്വഭാവമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ എന്താകുന്നു? ഒരാൾ പറയുന്നു ഞാൻ ബെഞ്ച് ഡെസ്ക് ഒക്കെ പിടിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ സാധാരണ ലേബർ, അവിദഗ്ധ തൊഴിലാളി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ 4 സ്വഭാവവും ആരിലുണ്ട്? എവിടെയുണ്ട്? ഏത് കുട്ടികളിലും ഉണ്ട്. ഇനി നമ്മൾ നല്ലൊരു പാർട്ടികളിലേക്ക് നോക്കിയോളൂ, നല്ല പാർട്ടികൾ, വിപ്ലവ പാർട്ടികളൊക്കെ എടുത്തു നോക്കിയോളൂ. ആ വിപ്ലവ പാർട്ടികളിൽ ആരുണ്ട്? അവിടെ അവർക്ക് അവരുടെ താത്വിക ആചാര്യന്മാരുണ്ട്. നയങ്ങളും നിയമങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുക്കാൻ താത്വിക ആചാര്യന്മാരുണ്ട്, ബ്രാഹ്മണ്യമുള്ളവരാണ്. പിന്നെ കുറെ ആളുകൾ നേതാക്കന്മാർക്ക് സംരക്ഷണത്തിനായിട്ട് അവരുടെ ഒപ്പം നടക്കുന്നവരുണ്ട്, ഇല്ലേ? അപ്പൊ അവര് ആരാണ്? ക്ഷത്രിയന്മാരാണ്. കുറെ ആളുകള് ഫൈനാൻസ്, അല്ലെ, പണം പിരിവിനൊക്കെ ആയിട്ട് കുറ്റിപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. അതാരാണ്? വൈശ്യന്മാരാണ്. വേറെ കുറെ ആളുകൾ 5 മണി ആകുമ്പോഴേക്കും എന്താണ് മൈദയൊക്കെ കുറുക്കി പശ ഉണ്ടാക്കി പോസ്റ്ററും പിന്നെന്താണ് ബാനറുകളൊക്കെ ആയിട്ട് പോകും, അല്ലെ? ആരാണ് അവര്? ശൂദ്രന്റെ ഗുണങ്ങളുള്ളവരാണ്. ഇവരെല്ലാവരും ചെയ്യുന്ന എന്താണ്? പാർട്ടിയെ വളർത്തുക എന്നുള്ള യജ്ഞമാണ് അവരനുഷ്ഠിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ കർമ്മം ശരിയായി അനുഷ്ഠിക്കുമ്പോൾ അവന്റെ യജ്ഞം അനുഷ്ഠിക്കുന്നു എന്നാണ് നമ്മുടെ വേദം പറയുക. ആര് ചെയ്യുന്നതും ആ യജ്ഞത്തെ വിജയിപ്പിക്കുകയാണ്. അതാണ് ഋഗ്വേദം പറയുന്നത്, സമാനേനവോ ഹവിഷാജുഹോമി, സമാനേനവോ ഹവിഷാജുഹോമി. നിങ്ങൾ ഓരോരുത്തരും ഹവനം ചെയ്യുന്ന ഹവിസ് കൊണ്ടാണ് ഞാനും ഹവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഏത് രംഗത്ത് പ്രവർത്തിച്ചു കൊള്ളട്ടെ, എന്ത് പ്രവർത്തിച്ചാലും, അല്ലെ, ആ യജ്ഞം ഓരോന്നും ചെയ്യുന്നത് ഒരു യജ്ഞമാണ്. അതിൽ ഓരോരുത്തരുടെയും പ്രവൃത്തി എന്താണ്? അവനവന്റെ ഹവിസ്, യജ്ഞത്തിൽ അർപ്പിക്കുന്നതിനുള്ള കാഴ്ചദ്രവ്യം അർപ്പിക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ഋത്വിക്, വേദമന്ത്രങ്ങൾ, ഋഗ്വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ഋത്വിക്കും യജുസ് അനുഷ്ഠിക്കുന്ന, യജുർവേദം അനുഷ്ഠിക്കുന്ന അദ്വൈര്യവും, വേദമന്ത്രങ്ങളെ ഉറക്കെ പാടുന്ന ഉദ്ഗാതാവ്, സാമവേദത്തിന്റെ ഉദ്ഗാതാവും, എല്ലാറ്റിന്റെയും മേൽനോട്ടം വഹിക്കുന്ന ബ്രഹ്മൻ എന്ന അഥർവവേദിയും 4 കൂട്ടരും ചെയ്യുന്നത് ഒരു യജ്ഞത്തെ വിജയിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ്. എല്ലാവരുടെയും കർമ്മം ഒന്നാണ്, ഹവിസ് ഒന്നാണ്. അതുകൊണ്ടാണ് സമാനേനവോ ഹവിഷാജുഹോമി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും, അല്ലാതെ ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഒരു മെറിറ്റ് കുറഞ്ഞതല്ല.